വീണ്ടും മനസ്സമ്മതം. ഭാഗം 12. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ഹോസ്പിറ്റൽ ഇടനാഴിയിലെ ആ നിശബ്ദതയിൽ ആൽബിൻ നേഴ്സിംഗ് സ്റ്റേഷനിലേക്ക് നടന്നു. അവൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത ആ രാത്രിയുടെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. പപ്പയുടെ വാശിയേക്കാൾ വലുത് തൻ്റെ അനിയത്തിയുടെ ജീവിതമാണെന്ന തിരിച്ചറിവ് അവനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. സിസ്റ്റർ, മെറിൻ അലക്സ്, റൂം നമ്പർ 6. പേഷ്യൻറ്റിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? ആൽബിൻ പതുക്കെ ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ജോബിൻ ചെക്കപ്പ് കഴിഞ്ഞ് പോയതേയുള്ളൂ. നിങ്ങൾക്കകത്തേക്ക് പോകാം, നേഴ്സ് പുഞ്ചിരിയോടെ മറുപടി നൽകി. ഡോക്ടർ ജോബിൻ. ആൽബിൻ ഉരുവിട്ടു. ആ ഡോക്ടർ അവളുടെ ജോബിൻ തന്നെയാവുമെന്ന് അവന് തോന്നി. ജോബിൻ മറ്റൊരു വഴിയിലൂടെ റൗണ്ട്സിനായി മാറിയതിനാൽ അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. ആൽബിൻ പതുക്കെ 6-ാം നമ്പർ മുറിയുടെ വാതിൽ തുറന്നു. അവിടെ ജനാലയിലൂടെ പുറത്ത് നേർത്ത വെയിലിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു മെറിൻ. അവളുടെ മുഖത്തെ വിളർച്ച കണ്ടപ്പോൾ ആൽബിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞുപോയി. മെറിൻ, അവൻ മൃദുവായി വിളിച്ചു. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ മെറിൻ വാതിൽക്കൽ തൻ്റെ സഹോദരനെ കണ്ടതും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. പപ്പ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ അയച്ചതാണോ എന്ന ഭയം അവളുടെ കണ്ണുകളിൽ മിന്നിമറിഞ്ഞു. ആൽബിച്ചായ, നീ എന്തിനാ അങ്ങോട്ട് വന്നത്? പപ്പ പറഞ്ഞിട്ടാണോ വന്നത്? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആൽബിൻ അവളുടെ അരികിലിരുന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ചു. അല്ല മെറിൻ, പപ്പ പറഞ്ഞിട്ടല്ല. നിന്റെ ഈ ചേട്ടൻ നിന്നെ കാണാൻ വന്നതാണ്. എന്നോട് ക്ഷമിക്കണം മോളെ. നിനക്ക് ചുറ്റും ഇത്ര വലിയൊരു ചതി നടന്നിട്ടും നീ ഇത്രയേറെ അനുഭവിച്ചിട്ടും ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇത്രയും കാലം മിഥ്യാലോകത്തിലെ ഒരു ജീവിതമായിരുന്നു ഞാൻ. ഇനി എനിക്ക് മാറണം മെറിൻ. ആൽബിൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത കേട്ടപ്പോൾ മെറിൻ്റെ നിയന്ത്രണം വിട്ടു. അവൾ അവൻ്റെ തോളിൽ ചാരി പൊട്ടിക്കരഞ്ഞു. എനിക്കങ്ങോട്ട് വരാൻ കഴിയില്ല ആൽബിച്ചായ. എനിക്ക് ആ നരകത്തിലേക്ക് ഇനി മടങ്ങാൻ വയ്യ. പപ്പയുടെ അന്തസ്സ് കാക്കാൻ ഇനിയും എന്നെ ബലി കൊടുക്കരുത്, പ്ലീസ്. ഇല്ല മെറിൻ, ഒരിക്കലുമില്ല. നിന്നെ ആരും നിർബന്ധിക്കില്ല. പപ്പയുടെ അന്തസ്സല്ല, നിന്റെ സമാധാനമാണ് ഇപ്പോൾ പ്രധാനം. നീ ഇവിടെ സന്തോഷത്തോടെ ഇരിക്കണം. നിനക്ക് ജോലി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതല്ല, പഠിക്കണമെങ്കിൽ അതിനും ഞാൻ കൂടെ ഉണ്ടാകും. പപ്പയെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇനി ഒന്നിനെയും പേടിക്കണ്ട. ആൽബിൻ അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു. നിന്റെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ ജോബിൻ നിന്റെ പഴയ ആളല്ലേ? അവൻ്റെ ചോദ്യം കേട്ട് മെറിൻ പെട്ടെന്ന് അവനെ നോക്കി. അവളുടെ കണ്ണിൽ അവൻ ദേഷ്യപ്പെടുമോ എന്നൊരു ചെറിയ പേടി വിനഞ്ഞിരുന്നു. പേടിക്കണ്ട, നിന്നെ ജോബിനെ ഏൽപ്പിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അന്ന് നിങ്ങളെ പിരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൽബിൻ്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും സന്തോഷത്തിൻ്റെ പൂത്തിരി കത്തിച്ചു. കുറച്ചു നേരം കൂടി അവളോട് സംസാരിച്ച് അവൾക്ക് ധൈര്യം നൽകിയ ശേഷം ആൽബിൻ അവിടെ നിന്നിറങ്ങി. അവൻ്റെ അടുത്ത ലക്ഷ്യം വിനയിനെ കാണുക എന്നതായിരുന്നു. അവൻ മെറിൻ്റെ കയ്യിൽ നിന്നും അവിടുത്തെ അഡ്രസ്സ് വാങ്ങിയിരുന്നു. വിനയിൻ്റെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെത്തിയപ്പോൾ ആൽബിൻ്റെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ബെല്ലടിച്ചു. വാതിൽ തുറന്ന വിനയ് ആൽബിനെ കണ്ടതും ഒന്ന് ഭയന്ന് പിന്നോട്ട് മാറി. ആൽബിൻ, നീ എപ്പോഴാ വന്നത്? മെറിൻ, അവൾക്കിപ്പോൾ... വിനയ് വിറയ്ക്കുവാൻ തുടങ്ങി. ആൽബിൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അവിടെ സോഫയിൽ ഫോണിൽ നോക്കിയിരിക്കുന്ന രോഹിത്തിനെ കണ്ടപ്പോൾ ആൽബിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. വിനയ്, എനിക്ക് നിന്നോട് അധികം സംസാരിക്കാനില്ല. നീ ചെയ്തത് എന്ത് വലിയ ചതിയാണെന്ന് നിനക്കറിയാലോ. എൻ്റെ പെങ്ങളെ നീ വെറുമൊരു കളിപ്പാവയാക്കി മാറ്റി. നിൻ്റെയും ഇവൻ്റെയും ഈ നാടകത്തിനിടയിൽ അവൾക്ക് നഷ്ടപ്പെട്ടത് അവളുടെ ജീവിതമാണ്, ആൽബിൻ രൂക്ഷമായി പറഞ്ഞു. രോഹിത് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ആൽബിൻ അവനെ കൈകാട്ടി തടഞ്ഞു. നീ മിണ്ടരുത്. നിനക്ക് നാണമില്ലേ മറ്റൊരാളുടെ കുടുംബം തകർത്ത് ഇങ്ങനെ കഴിയാൻ? വിനയ് തല താഴ്ത്തി. ആൽബിൻ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ മെറിനോട്... നിന്റെ ക്ഷമയൊന്നും അവൾക്കിനി വേണ്ട വിനയ്. എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. നിനക്കവളെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ വിടാൻ കഴിയുമോ? ആൽബിൻ ഒരു ഫയൽ മേശപ്പുറത്ത് വെച്ചു. അതൊരു ഡിവോഴ്സ് പെറ്റീഷനായിരുന്നു. ഇതിൽ നീ ഇപ്പോൾ തന്നെ ഒപ്പിടണം. മെറിന് നിന്നിൽ നിന്നും നിന്റെ ഈ ജീവിതത്തിൽ നിന്നും മോചനം വേണം. നിയമപരമായി അവൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം നീ നൽകണം, ആൽബിൻ കർക്കശമായി പറഞ്ഞു. വിനയ് ആ പേപ്പറുകളിലേക്ക് നോക്കി. അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആൽബിൻ, എനിക്ക് കുറച്ച് സമയം വേണം. മാരേജ് കഴിഞ്ഞൊരു വർഷം കഴിയണ്ടേ ഡിവോഴ്സ് കിട്ടാൻ? സമയം കഴിഞ്ഞു വിനയ്. ഒന്നുകിൽ നീ ഇതിൽ ഒപ്പിടുക, അല്ലെങ്കിൽ നിൻ്റെയും രോഹിത്തിൻ്റെയും ഈ രഹസ്യം നിൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനും ഈ സൊസൈറ്റിക്ക് മുന്നിൽ ഞാൻ പരസ്യമാക്കും. നിനക്ക് ഏതാ വേണ്ടത്? എന്ത് ചെയ്തിട്ടാണേലും എൻ്റെ പെങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കണം. ആൽബിൻ്റെ സ്വരത്തിൽ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. വിനയ് രോഹിത്തിനെ നോക്കി. രോഹിത് നിസ്സംഗനായി ഇരിക്കുകയായിരുന്നു. വിനയിന് മനസ്സിലായി, താൻ മെറിനെ പിടിച്ചു വെച്ചാൽ അതെല്ലാവരുടെയും നാശത്തിന് കാരണമാകുമെന്ന്. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പേപ്പറിൽ ഒപ്പിട്ടു. ഇനി ഒരിക്കലും എൻ്റെ പെങ്ങളുടെ നീയൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരൂല. ആൽബിൻ ആ ഫയലുമായി പുറത്തേക്ക് നടന്നു. അതവിടെയുള്ള വക്കീലായ അവൻ്റെ ഒരു സുഹൃത്ത് മുഖേന കോടതിയിൽ സമർപ്പിക്കാൻ കൊടുത്തു.
തിരികെ ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോൾ ആൽബിൻ്റെ മനസ്സിൽ ഒരു ഭാരമൊഴിഞ്ഞ ആശ്വാസമായിരുന്നു. മെറിന് ഇനി പുതിയൊരു ജീവിതം കണ്ടെത്താം. അവൾക്കിഷ്ടമുള്ള ഒരു ജീവിതം എന്തായാലും നേടിക്കൊടുക്കണം, അവൻ മനസ്സിലുറപ്പിച്ചു. ഹോസ്പിറ്റൽ ഗേറ്റിൽ വെച്ച് അവൻ ജോബിനെ കണ്ടു. ജോബിൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. പണ്ട് മെറിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ജോബിനെ തല്ലിച്ചതച്ചവരുടെ കൂട്ടത്തിൽ ആൽബിനുമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം അവരെ രണ്ടുപേരെയും മെറിനു വേണ്ടി ഒന്നിച്ചു നിർത്തിയിരിക്കുന്നു. ഡോക്ടർ, ആൽബിൻ കുറച്ചൊരു ബഹുമാനത്തോടെ വിളിച്ചു. അത് കേട്ട് ജോബിൻ ഒന്ന് നിന്നു. ആൽബിൻ, നീ എപ്പോഴാ വന്നത്? രാവിലെ അവനെ കണ്ടിരുന്നുവെങ്കിലും അങ്ങനെ ചോദിക്കാനാണ് ജോബിന് തോന്നിയത്. ഞാനിന്ന് പുലർച്ചെ എത്തി ഡോക്ടർ. ഞാൻ വിനയനെ പോയി കണ്ടുവരുന്ന വഴിയാ. മെറിന് ഇനി അവനിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഞാൻ അതിനുള്ളത് ചെയ്തു കഴിഞ്ഞു. ആൽബിൻ ആ ഫയൽ ജോബിന് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ജോബിൻ്റെ മുഖത്ത് ഒരാശ്വാസം വിരിഞ്ഞു. നന്നായി ആൽബിൻ, അവൾക്കിപ്പോൾ വേണ്ടത് ആ സമാധാനമാണ്. നിങ്ങളുടെ പപ്പയുടെ കാര്യം എങ്ങനെയാ? പപ്പയെ ഞാൻ നോക്കിക്കൊള്ളാം ഡോക്ടർ. എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം വേണ്ടിവരും. ജയിച്ചല്ലേ ഇതുവരെ തഴക്കം, അതിൻ്റെ ഒരു പ്രശ്നം മാത്രം. അതൊക്കെ റെഡിയാക്കാം. പക്ഷേ മെറിൻ ഇനി ഒറ്റക്കല്ല. ഡോക്ടർ കൂടെയുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടാവില്ലേ? ആൽബിൻ ജോബിൻ്റെ കൈ പിടിച്ചു. ജോബിനൊന്നും മിണ്ടിയില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ മറുപടി നൽകി. മെറിൻ എന്ന പെൺകുട്ടിക്ക് ചിറകുകൾ നൽകാൻ അവർ രണ്ടുപേരും ഒരേ മനസ്സോടെ തയ്യാറെടുക്കുകയായിരുന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.